ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു നിമിഷം പോലും ചേച്ചിക്ക് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല. അത് ഓർക്കുമ്പോഴാണ് എന്റെ പേടി. താനിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കുഞ്ഞാ, നമ്മൾ വളർത്തും. നമുക്ക് കിടക്കാം. അമ്മേ, കുഞ്ഞിനെ ഇങ്ങത്താ, ഞാൻ കിടക്കാം. ശരി, മോളെ സൂക്ഷിച്ചോണേ. കിടന്നു. ഞാനേ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സച്ചി ഇപ്പൊ പോകുന്നില്ലല്ലോ, ഊണ് കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ? ആ അതെ അതെ, ഇവിടെ വന്നിട്ട് പിന്നെ ഊണ് കഴിക്കാതെ പോവാനോ? എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും കൂട്ടിയാ കൂടില്ല. സമയം ഇത്രയായില്ലേ? ആ അതെ, ഞാനിന്ന് ഇവിടുന്ന് പോകുന്ന കാര്യം തന്നെ ആലോചിച്ചിട്ടില്ല. തന്റെ കാര്യം നോക്കാനേ ഞാനും കൂടി ഇവിടെ നിന്നാലോ എന്നാ എന്റെ ഒരു ചിന്ത. അയ്യടാ, അങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും മോന്റെ തലയിൽ വേണ്ട കേട്ടോ. ഭാര്യ പ്രസവിച്ചു കിടക്കുമ്പോ ഭർത്താവ് കൂടെ വന്ന് താമസിക്കുന്നതേ അത്ര നല്ല ശീലമൊന്നുമല്ല. പണ്ടത്തെ കാലത്തെങ്ങാനും ആയിരുന്നെങ്കിലേ ഈ മുറിയിൽ ഇപ്പൊ ഇങ്ങനെ കേറാൻ പോലും മുത്തശ്ശിമാരും അനുവദിക്കില്ലായിരുന്നു. 56 ദിവസം കഴിഞ്ഞേ ഭാര്യ ഒന്ന് സമാധാനമായിട്ട് കാണാൻ പോലും അനുവദിക്കാറുള്ളൂ. അങ്ങനെ പ്രസവ ശുശ്രൂഷയ്ക്ക് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നിന്റെ ഫലം ഇല്ലാതായി പോകുന്നു. എടോ, ഇതിലെങ്ങുമേ ഒരു കാര്യവുമില്ല. ഇപ്പൊ കാലം മാറി. പഴയ മുത്തശ്ശിമാരുടെ കടങ്കഥകളുടെ കാലം കഴിഞ്ഞു. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ നോക്കാൻ ഭർത്താവ് തന്നെ നിൽക്കുന്ന കാലം ഇപ്പോ. അതുകൊണ്ട് മോൻ ഇവിടെ എന്നെ നോക്കി നിക്കാന്ന് അല്ലേ? ദേ, വയ്യാന്ന് ഞാൻ നോക്കത്തില്ല. ഒരു കുത്തുവെച്ചെന്നുണ്ടല്ലോ. അല്ല പിന്നെ കെട്ടിടക്കുന്ന ചില പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരടുത്തുള്ളത് വലിയ സന്തോഷമാ. പക്ഷേ എനിക്ക് ആ സന്തോഷം വേണ്ട. ഊണ് കഴിച്ച് വൈകുന്നേരം തന്നെ സ്ഥലം വിട്ടോണം. താൻ എന്തൊരു ദുഷ്ടത്തോടോ ഈ പറയുന്നേ? എനിക്ക് എന്റെ മോളെ കുറച്ചു നേരം കാണണ്ടേ? പകൽ സമയത്ത് കണ്ടാ മതി. രാത്രി നേരത്തെ കാഴ്ച ചിലപ്പോ കുഴപ്പമുണ്ടാക്കും. അത് മാത്രല്ല, എന്റെ ഭർത്താവ് അങ്ങനെ ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടല്ല. അപ്പോ ഒരു രക്ഷയില്ല? നോ രക്ഷ. താനും തന്റെ മോളും കൂടെ ഇവിടെ നിന്നോ. ഞാൻ എന്റെ അമ്മുക്കുട്ടിയും കളിപ്പിച്ച് അവിടെങ്ങാണ് ഇരുന്നോളാം. അമ്മുക്കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം. അവളെ ഒന്ന് കൊണ്ടുവരൂ സച്ചേട്ടാ. അമ്മുക്കുട്ടി ഇപ്പൊ ഏത് സമയവും ആതിരയുടെ കയ്യിൽ തന്നെയാ. ആതിരയാണെങ്കിൽ അവളെ താഴെ വെക്കുന്ന പോലും ഇല്ല. എത്രയായാലും ആതിര പ്രസവിച്ച കുഞ്ഞല്ലേ അവള്. എന്തുപറ്റി? ഫ്യൂസ് അടിച്ചു പോയതുപോലെ മുഖത്ത് ലൈറ്റ് പോയല്ലോ. അല്ല സച്ചേട്ടാ, ആതിരയ്ക്ക് അവളോടുള്ള പൊസസീവ്നെസ് വല്ലാതെ കൂടുവോ? അത് പിന്നെ എന്തായാലും കാണില്ലേ. പ്രസവിച്ച അമ്മയുടെ ദുഃഖം അങ്ങനെ അളക്കാൻ പറ്റുന്നതല്ലോ. ഞാൻ എന്റെ അമ്മുക്കുട്ടിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു സച്ചേട്ടാ. എടോ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. താൻ വിഷമിക്കണ്ട. അച്ചു, ജ്യൂസ് കുടിക്കുക സച്ചി. അപ്പോഴേക്കും ഓണക്കാലാവും. എടുത്തോ. അച്ചു,
56 കഴിയുന്നവരെ ഈ തൊടലും പിടിക്കലും ആശ്വസിപ്പിക്കലൊന്നും വേണ്ട കേട്ടോ. അതെ, നിന്റെ കരുന്നൊക്കെ ഇപ്പൊ തൽക്കാലം ഞങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായോടി? ആ മോളെ, അവന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണോ? പ്രത്യേകിച്ചൊന്നും വേണ്ട, ഉള്ളതൊക്കെ തന്നെ മതി. ആ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. അതിരെ എന്താടോ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? തനിക്കെന്താ എത്ര വലിയ വിഷമം? ഒന്നുമില്ല, ഞാൻ എന്തോ ഓർത്തിരുന്നു പോയതാ. ഏയ് താനങ്ങനെ വെറുതെ കരയുന്ന ആളല്ലെന്ന് എനിക്കറിയാം. ഇവിടെ ഇപ്പോ തന്നെ കരയിക്കാനായിട്ട് ഒന്നും ഉണ്ടായിട്ടുമില്ല. എന്നിട്ട് തന്നെ കണ്ണു നിറയണമെങ്കിൽ അതിലെന്തോ ഉണ്ട്. എനിക്ക് ജോലിയുണ്ട്. എന്ത് ജോലിയായാലും എന്നോടത് പറഞ്ഞിട്ട് ചെയ്താൽ മതി. പറ, എന്താ തന്റെ വിഷമം? നമ്മുടെ മോളെ ഓർത്ത്, അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ വിഷമം. എടോ, മോളുടെ കാര്യത്തിൽ എന്താ ഇത്ര വിഷമിക്കാനുള്ളത്? നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. സന്ദീപേ, ഇത്രയും നാളും മറ്റൊരു കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞായിട്ട് വളർത്തി നമ്മുടെ യഥാർത്ഥ കുഞ്ഞ് ഏതാണെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. അവളെ ഞാനൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനെന്താ കുഴപ്പം? നമ്മുടെ മകളെ തനിക്ക് എത്ര വേണമെങ്കിലും സ്നേഹിക്കാലോ. എടോ, താൻ പ്രസവിച്ച കുഞ്ഞല്ലേ അവള്. അവളെ സ്നേഹിക്കുന്നതിന് തന്നെ ആരാ തടസ്സപ്പെടുത്താൻ വരുന്നേ? ഞാൻ പറയുന്നത് എന്താണെന്ന് സന്ദീപിന് ഇനി മനസ്സിലായിട്ടില്ല അല്ലേ? പ്രസവിച്ചത് ഞാനാണെങ്കിലും ഇത്രയും നാളും അവളെ വളർത്തിയത് അച്ചുചേച്ചിയാ. അച്ചുചേച്ചി എങ്ങനെയാ അവളെ നോക്കിയത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഒരു നിമിഷം പോലും ചേച്ചിക്ക് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല. അത് ഓർക്കുമ്പോഴും എന്റെ പേടി. താനിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കുഞ്ഞാ, നമ്മൾ വളർത്തും.